ഗുഡ് മോർണിംഗ് മൈ ഫാമിലി. ഇന്ന് എനിക്ക് ഗുഡ് മോർണിംഗ് ആണ്. നിങ്ങൾക്ക് ഗുഡ് മോർണിംഗിലാണോ ഞാൻ ഇടുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്ന് എൻ്റെ കോൾ എന്ത് ഇങ്ങനെ ഇരിക്കണേന്ന് വെച്ചാൽ, ഇന്നലെ ഞങ്ങൾക്ക് പെരുമ്പാവൂർ ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അതായത് ഷോ തന്നെ സെയിൻറ്റ് മേരീസ് സ്കൂൾ പെരുമ്പാവൂർ കുറുക്കുംപടിയുള്ള അടിപൊളി സ്കൂൾ, അടിപൊളി മാനേജ്മെൻറ്റ്, അടിപൊളി ടീച്ചേഴ്സ്, പരിപാടിയും നല്ല ഉഷാറായിരുന്നു. പക്ഷേ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ 10 മണിക്ക് തുടങ്ങുന്ന വിചാരിച്ചിട്ട് തുടങ്ങിയപ്പോൾ തന്നെ 11:30, 12 ആയി. എന്നിട്ടത് കഴിഞ്ഞപ്പോഴത്തേക്ക് 1 മണിയായി. അതെല്ലാം കഴിഞ്ഞപ്പോൾ 1:30 ആയി. ഞങ്ങളിവിടെ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ഒരു 3-3:30 മണിയായി. അപ്പം അതുകൊണ്ട് ഭയങ്കര ഉറക്കക്ഷീണവും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ല, ഈ അടുത്തായിട്ട് ഞാൻ ഇച്ചിരി ഓർഗനൈസ്ഡ് ആവാനുള്ള പരിപാടി ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഉറക്ക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് രാവിലെ പരിപാടിക്കൊക്കെ പോകുമ്പം ഡെഫിനറ്റ്ലി എൻ്റെ മുടി ഭയങ്കരമായിട്ട് സഫർ ചെയ്യും. കാരണം നമ്മുടെ ഒരു മെയിൻ സ്റ്റേറ്റ്മെന്റ് ലുക്ക് തന്നെ ഈ മുടി കൊണ്ടുള്ള പരിപാടികളായതുകൊണ്ട് എനിക്ക് മുടി അഴിച്ചിടാതെ ഒന്നും ചെയ്യാനുള്ള ഒരു പ്രൊഫഷൻ ഇല്ല. എൻ്റെ ക്യാരക്ടർ തന്നെ അല്ലാത്ത രീതിയിലായിപ്പോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലത്തെ പരിപാടിക്ക് സത്യം പറഞ്ഞാൽ മുടി കെട്ടി ഒന്നൊരു ചേഞ്ചിനെന്നൊക്കെ വിചാരിച്ച് മുടി കെട്ടിയിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എനിക്കത് പറ്റിയില്ല. എൻ്റെ ഒരു സാധനം അങ്ങ് വരുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ ദിവസത്തിലുള്ള എൻ്റെ മുടിയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇതെന്ന് പറഞ്ഞത് ഇതിപ്പോൾ അത്ര ബാഡ് അവസ്ഥയില്ല. ഷൂട്ട്സിനൊക്കെ പോയി വരുമ്പോഴാണ് നമ്മൾ ഒരുപാട് ഹീറ്റിംഗ് സ്പ്രേ അതുപോലത്തെ സാധനങ്ങളൊക്കെ തേക്കുമ്പോഴത്തേക്കുമാണ് ഇതിൻ്റെക്കാളും ഭയങ്കര. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ആ പരിപാടിയുടെ സ്മോക്കും അതൊക്കെ വെച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പം ഞാൻ ഇന്ന് ഒരു മൈ ഹെയർ കെയർ റൂട്ടീനാണ് നിങ്ങൾ കാണിക്കാന്ന് വെച്ചാൽ. എൻ്റെ ഹെയർ കെയർ റൂട്ടീൻ ടു ബി വെരി ഓണസ്റ്റ് ഭീകരമായൊരു പരിപാടി എന്നല്ല. ചിലപ്പോൾ എല്ലാവർക്കും എൻ്റെ മുടിയൊക്കെ കാണുമ്പോൾ യോബ്രാം എന്തോ മുടിയിൽ കാര്യമായിട്ട് ചെയ്യേണ്ടതെന്നൊക്കെ തോന്നുമായിരിക്കും. ബട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ അധികം ഒന്നും ചെയ്യുന്ന ആളൊന്നുമല്ല. സോ ഇങ്ങനത്തെ ദിവസങ്ങളിൽ, അതായത് ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ ഷൂട്ടോ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസം അല്ലെങ്കിൽ ഇത്രയും മുടി ഡ്രൈ ആകുമ്പം ഞാൻ ചെയ്യുന്നതാണ് ഓയിലിങ്. അല്ലാത്തൊരു സിറ്റുവേഷനാണെങ്കിലും വീക്ക്ലി നമ്മളൊരു, ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും തല ഒളിക്കും. നമ്മുടെ ഒരു രീതി അങ്ങനെയാണല്ലോ, റൂട്ടീൻ അങ്ങനെയാണ്. സ്കൂളിൽ പോയി വരുമ്പോഴും അങ്ങനത്തെ ആ സമയം പോലെ. പക്ഷെ പിന്നെ എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ ഭയങ്കര പൊല്യൂട്ടഡ് ആവാൻ തുടങ്ങിയപ്പോഴത്തേക്കും എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറയണതെന്ന് വെച്ചാൽ നമ്മൾ വീക്ക്ലി 3 വട്ടമൊക്കെ തല കഴുകാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ കഴുകും. ഇപ്പം 4 വട്ടം നല്ല രീതിയിലൊക്കെ ആവും. പക്ഷെ അത് ഇനിയും ഒന്ന് കുറയ്ക്കണം എന്നുള്ളതാണ് ചിന്ത. അപ്പം കാരണം എന്ന് വെച്ചാൽ അത് മുടിയുടെ ഹെൽത്തിന് നല്ലതല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല മുടി. ഇപ്പം നല്ല രീതിക്ക് സൺ എക്സ്പോസ്ഡോ സ്മോക്ക് എക്സ്പോസ്ഡോ ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കുളിച്ച് മുടി വൃത്തിയാക്കണം. പക്ഷെ അല്ലാത്ത പക്ഷം അധികം അങ്ങനെ വലിയ കുഴപ്പമില്ലാത്തവരാണെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ മാത്രമേ തല കഴുകാൻ പാടുള്ളൂ എന്നാണ് പറയണത്. ആൻഡ് എൻ്റെ മുടി ഇങ്ങനെ ഭയങ്കര എക്സ്പോസ്ഡ് ഒക്കെ ആവുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ, സോൾഫ്ലവർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റോസ്മേരി ലാവൻഡർ ഹെൽത്തി ഹെയർ ഓയിൽ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഓയിലിംഗ് ചെയ്യാന്ന് വെച്ചാൽ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മ എന്നെ ഓയിൽ ചെയ്യുമ്പം ചെറുതായിട്ട് പാത്രം, ഒരു സ്റ്റീലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അത് ഹീറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് എന്ത് ഓയിലാണോ ഇടണേ ആ ഓയിൽ ഇട്ടിട്ട് ആ ചെറിയ ചൂടിലൂടെയാണ് അമ്മ ചെയ്തു തരാറ്. ഇതിപ്പം ഇതിങ്ങനെ എടുത്തിട്ട് നമ്മുടെ റൂട്ട്സിലൊക്കെ തേക്കുക. ഞാനിത് ചെയ്തുകൊണ്ട് കുറച്ച് എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഇതിനെ പറ്റിയിട്ടുള്ള ഹെയർ എന്ന് പറഞ്ഞ പരിപാടി ഒരു ഭയങ്കര സെൻസിറ്റീവ് ആൻഡ് നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് പരിപാടി അറിയാൻ പറ്റില്ല. ഞാൻ ഇതിനെപ്പറ്റി കുറേ വായിച്ചിട്ടും കാരണം എനിക്ക് പണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര മുടിയായിരുന്നു. ഭയങ്കര മുടിയെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഇവിടെ കാണുന്ന ഇത്രയും കട്ടിക്ക് എനിക്ക് ഇവിടെയും മുടി ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ ഒട്ടും അതിനെപ്പറ്റി കൺസേൺഡ് ആയിരുന്നില്ല. മാത്രമല്ല അമ്മ ചെയ്തു തരുമായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പം ഇപ്പോൾ നമ്മൾ ബിഗ് ഗേൾ ആയതുകൊണ്ട് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ എത്തിയപ്പോഴത്തേക്കാണ് ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാനൊക്കെ തുടങ്ങി. അപ്പം ഹെയറിന് ശരിക്കും ഒരു ഗ്രോത്ത് ഫേസ് ഉണ്ട്, ഒരു ഫോളിങ് ഫേസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഞാനിപ്പോൾ വെയിറ്റ് ലോസും കൂടെ നോക്കുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ വെയിറ്റ് ലോസും കൂടെ ആയപ്പോഴത്തേക്കും ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഹെയർ ലോസ് നമുക്ക് ഇന്നെവിറ്റബിൾ ആണ്. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ഡയറ്റീഷ്യനെയൊക്കെ വെച്ച് പലരും വെയിറ്റ് ലോസ് ചെയ്യുന്നത് സ്വന്തമായി ചെയ്യാതെ ഡയറ്റീഷ്യനൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് എന്തൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് കയറണം. അതായത് നമ്മുടെ ഒരു ദിവസം ഇത്ര % ഓഫ് പ്രോട്ടീൻസ്, ഇത്ര % ഓഫ് വൈറ്റമിൻസ്, ഇത്ര % ഓഫ് ഫാറ്റ്സ്, ആനിമൽ ഫാറ്റ്സ് അങ്ങനെയൊക്കെ കയറണം എന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഫൈബർ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ മുടിയുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഫൈബർ, അതുപോലത്തെ റിച്ച് ആയിട്ടുള്ള omega-3 ഒക്കെ റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ഡയറ്റിൽ നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം വെയിറ്റ് ലോസ് എന്ന സമയത്ത് നോക്കാൻ. അല്ലാത്ത പക്ഷമാണെങ്കിലും ബയോട്ടിനൊക്കെ പോലത്തെ സപ്ലിമെന്റ്സിൻ്റെ അടുത്ത് ആരോ കഴിഞ്ഞ ദിവസം ചോദിച്ചായിരുന്നു, സപ്ലിമെന്റ്സ് എടുക്കാറുണ്ടോ? ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല ഹെയർ സപ്ലിമെന്റ്സ്. പക്ഷെ എനിക്ക് എടുക്കണം എന്നുള്ളൊരു തോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഹെയർ ഗ്രോത്ത് എനിക്ക് സ്റ്റിമുലേറ്റ് ചെയ്ത് വിടാൻ പറ്റുന്നുണ്ടെങ്കിലും, ഹെയർ ഗ്രോത്തിന് വേണ്ട പരിപാടികൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ഹെയർ ലോസ് കൺട്രോൾഡ് ആണ്. എനിക്കിപ്പോൾ ഭയങ്കര ഹെയർ ലോസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഇതിനകത്ത് എന്തൊക്കെ ഓയിൽ ഉണ്ടെന്ന് പറയാം. റോസ്മേരി ഉണ്ട്, ലാവൻഡർ ഉണ്ട്, ജൂനിപ്പർ ഉണ്ട്, ആംല ഓയിൽ ഉണ്ട്, കാസ്റ്റർ ഓയിൽ ഉണ്ട്, ഒലിവ് ഓയിൽ ഉണ്ട്, ജോജോബ ഓയിൽ ഉണ്ട്, കോക്കനട്ട് ഓയിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒരു ഇച്ചിരി കട്ടിയാണ്. നമ്മുടെ അവണക്കണ്ണയുടെ ഒക്കെ പോലത്തെ അത്രയില്ലെങ്കിലും അതിൻ്റെ ഒരു കുറച്ച് മൈൽഡ് കൺസിസ്റ്റൻസിയാണ് ഈ സാധനം. ആൻഡ് ഇതും
ഇത് കൂടാതെ ഞാൻ യൂസ് ചെയ്യണ വേറൊരു പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ തന്നെ സോൾഫ്ലവറിൻ്റെ തന്നെ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ. ഈ സാധനം ഞാൻ മോസ്റ്റ്ലി രാത്രി ഇട്ട് കിടന്ന് ഉറങ്ങാറുണ്ട്. എന്ന് വെച്ചാൽ കുളിക്കാൻ ഞാൻ പറഞ്ഞേ ഇപ്പം ഇന്ന് കുളിച്ചു കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഐ ക്യാൻ പുട്ട് ദിസ്, 2 ദിവസം രാത്രി ഐ ക്യാൻ പുട്ട് ദിസ്, ദ നെക്സ്റ്റ് ഡേ ഓയിൽ ചെയ്ത് കുളിക്കും. പിന്നെ വേറൊരു പ്രോഡക്റ്റ് കൂടെ ഞാനിപ്പോൾ പുതുതായിട്ട് വാങ്ങിച്ചാണ്, ലിറ്റിൽ എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ട് ഹെയർ ഗ്രോത്ത് സെറം ആണെന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു സാധനം. ഇതും ഈ പറഞ്ഞിട്ട് ഒരു ദിവസം റോസ്മേരി ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഞാൻ ഈ സാധനം ഇടും. ഇതിനകത്ത് റോസ്മേരി 2% അനഗെയിൻ 2% റെഡൻസിൽ പ്രോക്യാപ്പിൾ, ബേക്യാപ്പിൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ 2 സാധനങ്ങളാണ് ഞാൻ രാത്രി എൻ്റെ ഹെയർ കെയറിനായിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ റൂട്ടിൽ പിടിച്ചിട്ട് ഇതുപോലെ മസാജ് ചെയ്യാം. പിന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ തലയിലേക്ക് എണ്ണ ഇടുന്നതിൽ നിന്ന് എങ്ങനെ ഇതുണ്ടാവും. കാരണം അതിന് ഭയങ്കര സയന്റിഫിക്കൽ പ്രൂഫുകളോ ഞാൻ അങ്ങനത്തെ ഒരുപാട് വായിച്ചിട്ടില്ല. എണ്ണ ബേസിക്കലി ഇടുന്നത് നമ്മുടെ ആ മസാജിനെ ഒന്ന് സ്മൂത്ത് ആക്കാനും പിന്നെ ചില എണ്ണകൾക്ക് ആ ഒരു റൂട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് വിടാനുള്ള, ഇത് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കേട്ടോ, എനിക്കിത് മനസ്സിലാക്കാൻ പറ്റിയതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ചില എണ്ണകൾക്ക് ആ സർക്കുലേഷൻ, ഫസ്റ്റ് ഓഫ് ഓൾ മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കാരണമാണ് എല്ലായിടത്തും എന്ത് ടൈപ്പ് നല്ല സ്മൂത്ത് ഗ്രോത്ത് ഉണ്ടാവും. നമ്മുടെ ബോഡിയിലാണെങ്കിലും സ്കിന്നിൻ്റെ ഒരു റെജുവിനേഷൻ ആണെങ്കിലും ഫേസിൻ്റെ റെജുവിനേഷൻ ആണെങ്കിലും ഒക്കെ മസാജ് എന്ന് പറയുന്ന സാധനം ഉള്ള സർക്കുലേഷൻ അല്ലാതെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുമ്പോൾ അവിടുത്തെ സെൽസ് ഒക്കെ കുറച്ചുകൂടെ ഒന്ന് ഹാപ്പി ആവും, അവർക്ക് അവരുടെ പണി കുറച്ചുകൂടെ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ബേസിക്കലി ഈ സാധനങ്ങളൊക്കെ കുറച്ചുകൂടി ഹെൽത്തി ആവുക. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനത്തെ ഗ്രോത്ത് പ്രോപ്പർട്ടീസും കൂടെ ഉള്ള കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാവും. അതിനകത്ത് എനിക്ക് ഏറ്റവും റിസൾട്ട് ഉണ്ടായിട്ടുള്ളത് ഈ സാധനം യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. അതായത് ഇത് എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഞാൻ ഹെയർ ലോസ് വന്ന സമയത്ത് ഞാൻ അപ്പോഴാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. ഐ തിങ്ക് ഐ യൂസ്ഡ് ഒരു 4-5 കുഞ്ഞു ബോട്ടിൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബൈ നൗ. ഹെയർ ഗ്രോത്ത് ഭയങ്കര ക്വിക്കായിരുന്നു. ഈ റോസ്മേരിയുടെ വെള്ളം തിളപ്പിച്ച് ചെയ്യുന്ന പരിപാടി ഇതും സെയിം തന്നെയാണ്. അതായിരിക്കും ചിലപ്പോൾ കുറച്ചുകൂടെ ഐഡിയൽ. ഇത് നമുക്ക് എപ്പോഴും അറിയില്ല എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ മുടി അങ്ങ് പുഷ് എന്ന് പറഞ്ഞ് വളരാൻ തുടങ്ങി. പക്ഷേ കട്ടിയുള്ള വളർച്ചയാണോ എന്ന് വെച്ചാൽ അല്ല. ഹെയർ ഗ്രോത്ത് ഉണ്ട്, പക്ഷെ പുതിയ ഫോളിക്കിൾസ്, പുതിയ ഏരിയാസിൽ ഹെയർ വളരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല വളർന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നണില്ല. അപ്പം അങ്ങനത്തെ ഒരു സംഭവമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട്, ഇപ്പം ഞാൻ നേരത്തെ ഒരു ലിറ്റിൽ എക്സ്ട്രാ ഒരു സാധനം കാണിച്ചില്ല, അപ്പം അതിനകത്തൊക്കെയുള്ള റെഡൻസിലൊക്കെ ഉള്ള അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള ഹെയർ കെയർ റൂട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാവും. പിന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും മച്ച് ബെറ്ററാണ് ഒരു ഡെർമറ്റോളജിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയിട്ട് എടുക്കുന്നത്. കാരണം അവർ നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരും, അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരും. നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ആദ്യം ചെയ്തിട്ടാണ് നിങ്ങളുടെ ഇതിനകത്ത് എന്തിനൊക്കെ വേരിയേഷൻ ഉണ്ട്. അതിനകത്ത് ചില സാധനങ്ങളിൽ കുറവുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്തിന് ഭയങ്കര തടസ്സം വരും. അപ്പം ആദ്യം തന്നെ ഹെയർ ലോസ് ഉള്ള ആൾക്കാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് അവർ മോസ്റ്റ്ലി ഒരു 90% അവരൊരു ബ്ലഡ് റിപ്പോർട്ട്സ് എടുക്കാൻ പറയും. എന്നിട്ട് അവർ പറയുന്ന സാധനങ്ങളിൽ നിന്ന് തുടങ്ങുക. പിന്നെ അതൊരു ഒരു സെറ്റായ ഒരു വഴിയൊക്കെ മുടി എത്തുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി നിങ്ങളുടേതായ സംഭവങ്ങൾ ചെയ്യാം. എനിക്കങ്ങനെ ഭയങ്കരമായൊരു വിത്ത് ഗോഡ്സ് ഗ്രേസ് അങ്ങനെ ഒരു വൃത്തികെട്ട ഹെയർ ലോസ് ഫേസിലേക്ക് പോകേണ്ട വരാത്ത കൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതിൽ എനിക്ക് റിസൾട്ട് ഉണ്ട്. പിന്നെ അമ്മ ചെയ്ത് തന്നിട്ടുള്ള കുറേ പരിപാടികളും നമുക്കറിയാം അതെങ്ങനെ ചെയ്യണം, എങ്ങനത്തെ മസാജ് ചെയ്താലൊക്കെ ഗുഡാണ്. പിന്നെ അതിന് മുടിയിൽ സ്വന്തം മസാജ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോസ് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ അതായത് ഇങ്ങനത്തെ ഒരു മസാജർ വാങ്ങിച്ചു വയ്ക്കുക. ഇതാകുമ്പോൾ എളുപ്പമാണ്. ഇതുണ്ട്, ഇതിൻ്റെ എൻസൊക്കെ ഭയങ്കര സോഫ്റ്റാണ്, സിലിക്കൺ എൻസാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഒരാൾ ചെയ്തു തരാനുണ്ടെങ്കിൽ അടിപൊളിയാണ്, എന്നാലും ഇങ്ങനെ ചെയ്യാം. സോ ബേസിക്കലി ഇതിങ്ങനെ എണ്ണ പിന്നെ ഒരുപാട് നേരം തലയിൽ ഇട്ട് വെച്ചിട്ടും കാര്യമൊന്നുമില്ല, മനസ്സിലായി. അപ്പം ഞാൻ ഈ റോസ്മേരി ഓയിലും മറ്റേ സാധനമൊക്കെ ചില ദിവസങ്ങൾ രാത്രി ഓവർനൈറ്റ് ഇട്ട് വെക്കാറുണ്ട്. ആൻഡ് അതിനെപ്പറ്റി ഞാൻ അന്നൊരു ദിവസം വീഡിയോയിൽ പറയാമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ എണ്ണ ഓവർനൈറ്റ് ഇടുന്നത് ഓരോ ആൾക്കാർക്കും ഓരോ പോലെ വർക്ക് ചെയ്യണം. കാരണം നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ക്ലോഗ്ഡ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. എനിക്ക് ലക്കിലി അങ്ങനത്തെ പ്രശ്നം വന്നിട്ടില്ല. എനിക്ക് ഓവർനൈറ്റ് ഇട്ട് ഓരോരുത്തരുടെയും ഇപ്പോൾ സ്കിന്ന് ഓരോ പോലെയാണെന്നല്ല, ചിലർ ഡ്രൈ ആയിരിക്കും, ചിലർ ഓയിലി ആയിരിക്കും. അതുപോലെ നമ്മുടെ സ്കാൽപ്പും ഓരോരുത്തരുടെയും ഓരോ പോലെയാണ്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിന് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാതിരിക്കുക. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ നമ്മൾ ചെയ്ത് നോക്കിയാണ് നമുക്ക് മനസ്സിലാവുക വെദർ ഈ ഒരു പരിപാടി നമുക്ക് വർക്ക് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് നോക്കിയായിരിക്കും മനസ്സിലാവുക. അപ്പം ബേസിക്കലി ഇത്രയേ ഉള്ളൂ എൻ്റെ ഹെയർ കെയർ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യാൻ നോക്കുക. ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അംബർട്ടോ ജിയാനിനെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഹെയർ ലോസ് ഉണ്ടോയെന്ന് വെച്ചാൽ ഹെയർ ലോസ് അപ്പോഴും ഇപ്പോഴും ഇങ്ങനെ സ്റ്റഡിലി ഉണ്ട്. പക്ഷെ അത് ഇതുകൊണ്ടാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണെന്ന് തോന്നുന്നു. പിന്നെ ഏറ്റവും സേഫായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരിടയ്ക്ക് ജോൺസൺ ബേബി സാധനമാണ്. പക്ഷെ ദാറ്റ് യൂസ് ടു മേക്ക് മൈ ഹെയർ ഡ്രൈ. കാരണം അതിന് കണ്ടീഷണർ വേറെ ഇല്ലേ, സെപ്പറേറ്റ് ഉണ്ടാവാറില്ല. അതിൻ്റെ തന്നെ ഷാംപൂ കണ്ടീഷണറിലുള്ള ഒരു സംഭവം എന്നാണ്. അപ്പോൾ ബേബി ഓയിൽസ് പിന്നെന്ന് വെച്ചാൽ ബേബി ഷാംപൂസ് നമ്മൾ എൽഡേഴ്സ് യൂസ് ചെയ്യുന്ന അത്ര നല്ലതല്ല എന്ന് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വായനകൾ പല 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 രീതികളിൽ വളരെ മൂർധന്യമായി പോയിക്കൊണ്ടിരിക്കണമുണ്ട്. എനിക്ക് പല ദിവസവും പല മെത്തേഡ്സ് ആണ്. പക്ഷെ ബേസിക്കലി ഇതാണ്. അതുപോലെ തന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന ടവൽ, നമ്മുടെ ഈ ടർക്കി ഇല്ലേ മറ്റേ ഭയങ്കര റഫായിട്ടുള്ളത് മാക്സിമം ഒഴിവാക്കുക. കാരണം മുടി കുളിച്ച് കഴിയുമ്പോഴത്തേക്കും ഓൾറെഡി ഉണങ്ങി കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ ഡ്രൈ ആക്കുമ്പോൾ മുടി ഡ്രൈ ആവുക എന്ന് പറയുന്നൊരു സംഭവം നടക്കും അവിടെ. നമ്മൾ ടർക്കി ഇട്ട് കഴിയുമ്പോൾ ഫുൾ മോയിസ്റ്റും ആ ഡ്രൈ ആയിട്ട് വലിച്ചെടുക്കുക. അതിന് പകരം ഒരു പഴയ യൂസ് ചെയ്യാത്ത ഒരു ബനിയനോ അല്ലെങ്കിൽ അതാണ് ഏറ്റവും ചീപ്പസ്റ്റ് പരിപാടി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മൈക്രോ ഫൈബർ ടവൽ, പിന്നെ ഡിക്കാത്തലോണിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ടവലുണ്ട് വേഗം ഡ്രൈ ആവണം. ഇതൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മുടിയുടെ ടവലും കാര്യങ്ങളൊക്കെ നമ്മൾ മാത്രമേ യൂസ് ചെയ്യാം. അപ്പം ഡാൻഡ്രഫ് അങ്ങനത്തെ പോലത്തെ സാധനങ്ങളൊക്കെ സ്പ്രെഡ് ആവായിരിക്കും, കോമ്പാണെങ്കിലും അത്. പിന്നെ കുളിക്കുന്ന സമയത്ത് കുളിച്ചോണ്ട് ജട കളയുന്നൊരു പരിപാടിയില്ലേ, ആ പരിപാടിയൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം വേഗം മുടി പൊട്ടിപ്പോകും എന്നാണ് പറയാം അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെന്തായിരുന്നു, പിന്നെ മാക്സിമം കുളിക്കുന്നതിന് മുമ്പ് ജട കളഞ്ഞിട്ട് കുളിക്കുക. അപ്പോൾ ആ ഒരു ബാത്തിൽ ഈ പറയുന്ന ടെൻഡൻസി ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ടുള്ള മുടിയാണെങ്കിലും ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിലും യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, ഓവറായിട്ട് പ്രോഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പയ്യെ മുടി ഡാമേജ് ആകുമ്പോൾ തുടങ്ങും. പിന്നെ ഞാൻ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്കങ്ങനെ സ്പ്ലിറ്റൻസിൻ്റെ വലിയ പ്രശ്നമില്ല. പക്ഷെ സ്പ്ലിറ്റൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 വീക്സ് കൂടുമ്പോൾ എൻസ് ചുമ്മാ കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് എങ്ങനെ വർക്ക് ചെയ്യണം, താഴെ സ്പ്ലിറ്റ് തുടങ്ങിയിട്ട് അതിങ്ങനെ മേളിക്ക് കയറി വരും. അപ്പോൾ നമ്മൾ ഒരു മുടി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-4 ലെയറിൽ പൊട്ടി കിടക്കണ കാണാൻ പറ്റും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ ഒരു അറിവിൽ. പിന്നെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇടയ്ക്ക് എണ്ണ ഇട്ടിട്ട് തല സ്റ്റീം ചെയ്യാം. അതാവുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് അത് ഇരിക്കും. അപ്പം ചിലവർക്ക് കോൾഡും പരിപാടികളൊക്കെ വരും. അപ്പം അങ്ങനെയാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. പിന്നെ ചിലർ സ്പാ എടുക്കുന്നവരുണ്ട്. സ്പാസും കാര്യങ്ങളൊക്കെ നല്ല. എൻ്റെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ റെഗുലർ ആവാൻ പറ്റാത്ത ആളാണ്. ഇപ്പോൾ സലോൺ ആണെങ്കിലും എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് അതിനകത്തൊരു റെഗുലർ ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മോസ്റ്റ്ലി സ്വന്തമായിട്ടുള്ള പരിപാടികൾ ചെയ്യും. അതാകുമ്പോൾ എനിക്ക് എൻ്റെ കൺവീനിയൻസിന് ഞാൻ അങ്ങ് ചെയ്തു പോയിക്കോളും. അപ്പം ഇടയ്ക്കിടയ്ക്ക് നല്ല ഒരു എന്താ പറയുക, ഹെയർ സ്പാക്ക് പോവുക, അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പോവുക. പിന്നെ വീട്ടിലിരുന്നത് ഫ്രീ ആയിട്ടുള്ള സമയത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് ചെയ്യുക. പിന്നെ ഒരു കൂടിപ്പോയി 1 അരമണിക്കൂറൊക്കെ ഇത് ഇട്ടിരിക്കേണ്ട കാര്യമുള്ളൂ. രാത്രി ഓവർനൈറ്റ് ഒന്നും അതൊക്കെ നമുക്കൊരു മൂഡ് പോലെ ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. 1 മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇത് വാഷ് ചെയ്ത് കളയുക. ഒരുപാട് ചിലർ ഭയങ്കരമായിട്ട് വാഷ് ചെയ്ത് ആ ഡ്രൈ അത് ഫുള്ളങ്ങ് കളയും. അതിൻ്റെ ആവശ്യമില്ല. കുറച്ച് ഓയിലൊക്കെ പൊട്ടിക്ക് അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. ആൻഡ് സെറ്റിംഗ് സ്പ്രേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് ജാസ്തിയായിട്ട് യൂസ് ചെയ്താൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി എൻ്റെ ഹെയർ നോളജ്. എൻ്റെ എനിക്ക് മുടീനെ പറ്റി എനിക്ക് അറിയുന്ന എല്ലാം ഞാനിപ്പോൾ ഇവിടെ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ആ താളി അങ്ങനത്തെ പരിപാടികളൊക്കെ അടിപൊളിയാണ്. ഉള്ളിയൊക്കെ നെറ്റിയിലല്ലോ തലയിൽ തേക്കുക, മൈലാഞ്ചി, ഇതൊക്കെ എപ്പോഴും ബാക്ക് ടു ബേസിക്സ് ആണ് മുടിയുടെ കാര്യത്തിൽ വർക്ക് ചെയ്യുക. ചെമ്പരത്തി താളി, ഉള്ളി, മറ്റേ ഉലുവയൊക്കെ ഇട്ട് അതിന് ആ സമയത്തൊരു മണം ഉണ്ടാകും. പക്ഷെ അത് നന്നായിട്ട് കഴിക്കളഞ്ഞു കഴിഞ്ഞാൽ അത് പൊയ്ക്കോളും. അതുപോലെ മൈലാഞ്ചിയും ഈ പറഞ്ഞോട്ട് ഭയങ്കര നല്ല പ്രോപ്പർട്ടീസ് ഉള്ള ചെറിയ ഇപ്പം നമ്മുടെയൊക്കെ എന്ന് വെച്ചാൽ എത്ര വൃത്തിയായിട്ട് വെള്ളമൊക്കെ അല്ലേ ഇപ്പം നമ്മളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എൻ്റെയൊക്കെ ഇവിടെ നിറച്ച് നാരയാം. മാത്രമല്ല എൻ്റെ കളറിങ്ങിൻ്റെ ഒരു അതിപ്രസരം കാരണം കൂടിയാണ് എനിക്ക് അങ്ങനെ സീം വന്നത്. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ മൈലാഞ്ചി ഭയങ്കരമായിട്ട് കളർ പ്രൊട്ടക്റ്റും ചെയ്തോളും. അതുപോലെ മൈലാഞ്ചിക്ക് അടിപൊളി കുറേ ഇതുണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വരുമ്പം ഇത്തരം കാര്യങ്ങൾ ഓർമ്മ വന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഡയറ്റും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. മുടിയുടെ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. അത് സപ്ലിമെൻറ്റ്സ് ആയിട്ടും ആയിക്കോട്ടെ, ഇപ്പോൾ ലീഫി വെജിറ്റബിൾസ്, ഹൈ ഫൈബർ കോണ്ടന്റ് ഉള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. അപ്പം ഇതൊക്കെ നോക്കി കഴിച്ച് അതൊരു പാറ്റേൺ ആയി കഴിഞ്ഞിട്ട് 2 മാസമൊക്കെ എന്തും വെയിറ്റ് ലോസ് ആണെങ്കിലും ഹെയർ സ്ട്രെങ്തനിങ്, ഹെയർ ഗ്രോത്ത് ആണെങ്കിലും എല്ലാത്തിനും മിനിമം ഒരു 2 മാസം കൊടുത്തിട്ട് റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യണം. 100% ഐ എം ഷുവർ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അല്ലാതെ ഒരാഴ്ച നോക്കി അയ്യോ റിസൾട്ട് വന്നില്ല ചുമ്മാതാണോ. നമ്മളെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 2 മാസത്തോളമൊക്കെ പണിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കാര്യം നമ്മുടെ ബോഡി നമുക്ക് അനുസരിച്ച് ടൈമായി വരും. അപ്പം ഞാനിപ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് ലോസിൻ്റെ ഇതുപോലത്തെ ഒരു സാധനം ചെയ്യാം. ഇപ്പം ഞാനൊരു 13 കിലോ ഒക്കെ കുറച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനെങ്ങനെ കുറച്ചെന്നുള്ള കാര്യങ്ങൾ പറയാം. അപ്പം ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഞാൻ ഇനി കുളിച്ച് ഫ്രഷ് ആവട്ടെ എന്ന് കുറേ പണികളുണ്ട്. കുറച്ച് നേരം കൂടി ഇതിങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ ഇത് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഇതിരുന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് എൻ്റെ ഇതിന് പോവും.
അപ്പോൾ ദാറ്റ്സ് ഓൾ. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. ഐ ഹോപ്പ് ദിസ് വാസ് ഇൻഫർമേഷൻ എനഫ്. അപ്പോൾ എപ്പോഴും സേഫസ്റ്റ് ആയിട്ട് അമ്മമാരെ കൊണ്ടൊക്കെ തല തിരുമിച്ചല്ല മസാജ് ചെയ്യിപ്പിക്കുക. അവരെപ്പോഴൊക്കെ റെഡിയാണോ അവരെ കൊണ്ട് അങ്ങ് ചെയ്യിപ്പിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അവരെ കൈക്ക് വേറൊരു മാജിക് ഉണ്ട്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ വിത്ത് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. ഇറ്റ്സ് മീ ആമി സ്നേഹം.